എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു നല്ലൊരു ചേഞ്ച് വന്ന ഡ്രിങ്കാണ്. ഞാനൊരു 20 ഡേയ്സ് യൂസ് ചെയ്തപ്പോഴത്തേനും ഒരു 10 kg റെഡ്യൂസായി. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഞാനെങ്ങനെയാണ് യൂസ് ചെയ്തതെന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ക്യുമിൻ സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ ക്യുമിൻ സീഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യുമിൻ സീഡ് അറിയാമല്ലോ. ക്യുമിൻ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം അതൊരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കൂടുതലായിട്ട് വേഗം നടത്തുന്നതിന് ഫാസ്റ്റൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം നമുക്ക് അഴിഞ്ഞു വിട്ടിട്ടുള്ള കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വന്നിട്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് പോകുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വെയിറ്റ് ലോസിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ക്യുമിൻ സീഡ്. അപ്പം അതിനുശേഷം പിന്നെ നമ്മൾ ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുമ്പം വെള്ളം നമുക്കറിയാമല്ലോ, വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് വെള്ളം എന്ന് പറയുന്നത്. ഇത് നമുക്ക് നല്ലപോലെ തിളയ്ക്കണം. നല്ലപോലെ തിളച്ചതിന് ശേഷം ആണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. ഇത് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും സിമ്മറിലിട്ടിട്ട് നമ്മളൊരു 5 മിനിറ്റ്സ് നല്ലപോലെ വെട്ടിത്തിളയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസമേ വന്നിട്ട് ഈ ക്യുമിൻ സീഡ് വന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ നമ്മളത് വെള്ളം തിളപ്പിക്കുമ്പം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ക്യുമിൻ സീഡ് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചിട്ട് എടുത്താലും മതി. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ വെള്ളത്തിലേക്ക് തിളപ്പിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പം നമ്മൾ 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മളിത് നല്ലപോലെ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഏർലി മോർണിംഗ് ആണ് നമ്മൾ ഈ ഡ്രിങ്ക് നമ്മൾ കുടിക്കേണ്ടത്. അപ്പം ഈ ഡ്രിങ്കിലേക്ക് ഞാൻ ഹണിയും ലെമൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന അധികം നമുക്ക് ഇപ്പം അമൃതമായാലും അധികം വിഷമൊന്നുമില്ലേ. അപ്പം അധികം നമ്മൾ ഒരു ഗ്ലാസ്സിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ ഭയങ്കരമായിട്ട് താഴ്ന്നു പോകുന്നതിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഒരു ഗ്ലാസ് മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. ഇത് ഡെയിലി നിങ്ങളൊരു 20 ഡേയ്സ് നിങ്ങൾ കുടിക്കുവാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ഒരു 10 കിലോ വരെ കുറയുന്നതായിരിക്കും. ഞാൻ കുടിച്ചിട്ട് ഉള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരുന്നത്. അപ്പം നല്ലപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ വെള്ളം ഒന്ന് സ്റ്റെയിൻ ചെയ്ത് ഒരു സ്റ്റെയിനർ വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിന് ശേഷം ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. ഇനി വെള്ളം തണുത്തതിന് ശേഷം നമുക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. ലെമൺ ജ്യൂസ് ഞാനിപ്പോൾ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് നമ്മൾ ഒരു സ്പൂണ് 1.5 സ്പൂൺ മതിയാകും. അതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഞാൻ എടുക്കുന്നത് ഹണിയാണ്. ഹണി എന്ന് പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും ആണ്. ഹണി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററിയും കൂടാണ്. അപ്പം നമുക്ക് അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസും പ്ലസ് ഹണി കൂടെ നല്ലപോലെ ഇളക്കിയെടുക്കാം. പക്ഷേ ഇത് നമ്മൾ തണുത്തതിന് ശേഷം മാത്രമാണ് ഹണിയും നാരങ്ങ ജ്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ക്യുമിൻ സീഡ് ഒഴിച്ചിട്ടുള്ള വെള്ളമാണെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ ഹണിയും ലെമൺ കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അത് ഇപ്പം ക്യുമിൻ സീഡ് തനിയാണെങ്കിൽ നമ്മളെടുത്ത് ഡെയിലി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് ആകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് ചെയ്യുവാണെങ്കിലാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അതായത് ഇപ്പം എക്സസൈസ് ചെയ്യാനൊക്കെ മടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു എക്സസൈസും ചെയ്യാതെ തന്നെ ഇത് രാവിലെ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളൊക്കെ മാറിയിട്ട് നല്ലപോലെ വെയിറ്റ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. ഇത് ഒരു ഗ്ലാസ്സിൽ കൂടുതൽ നിങ്ങൾ കുടിക്കാതിരിക്കുക. ഒരു ഗ്ലാസ് മാത്രമാണ് നമുക്ക് കുടിക്കാൻ പറ്റിയ അളവ്. അതിനുശേഷം രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം കുടിച്ചതിന് ശേഷം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു. ബൈ.